ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള മനസ്സ് നന്നാവട്ടെ എന്ന് പറയുന്ന യൂണിറ്റിലെ പനിനീർ പൂവ് എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ യൂണിറ്റിൻ്റെ തുടക്കത്തിലുള്ള പ്രവർത്തനം കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 1ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ പറഞ്ഞു. യൂണിറ്റിൻ്റെ പേര് മനസ്സു നന്നാവട്ടെ. ഓക്കെ, മനസ്സു നന്നാവട്ടെ എന്നുള്ള ഒരു കുഞ്ഞു കവിതയാണ് ഇവിടെ ഉള്ളത്. മുഹമ്മദ് ഇക്ബാൽ എഴുതിയതാണ്. സ്വർഗത്തേക്കാൾ ഉന്നതമാണ് മനുഷ്യന്റെ പദവി. മനുഷ്യനോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത്. ജീവിതമെന്ന ഗാനത്തിൽ ഏറ്റവും മനോഹരമായ താളം നിങ്ങളാണ്. ഓക്കെ, ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള വരികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് താഴെ എന്താണ് പ്രവർത്തനം എന്നുള്ളത് നോക്കാം. മനുഷ്യരോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത്. സ്വാഭിപ്രായം എഴുതി ചർച്ച ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് മനുഷ്യരോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മളിവിടെ വ്യക്തമാക്കേണ്ടത്, അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം. യഥാർത്ഥ സംസ്കാരം വസ്ത്രങ്ങളിലും ആചാരങ്ങളിലും മാത്രം ഒതുങ്ങുന്നതല്ല, അത് മറ്റുള്ളവരോടുള്ള മാന്യമായ പെരുമാറ്റത്തിലൂടെയാണ് തെളിയുന്നത്. ഓരോ മനുഷ്യനെയും സമദർശനത്തോടെ കാണുകയും അവരുടെ വികാരങ്ങളെയും അവകാശങ്ങളെയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് സാംസ്കാരികതയുടെ അടിസ്ഥാന ഘടകം. നമുക്ക് ഒരു നല്ല സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കാനാകുന്നത് പരസ്പര ആദരവിലൂടെയാണ്. ഇത് കുടുംബത്തിൽ ആരംഭിച്ച് സമൂഹത്തിലേക്ക് വ്യാപിക്കണം. വ്യത്യസ്ത മതം, ഭാഷ, ജാതി, ലിംഗം എന്നിവയ്ക്കെല്ലാം അത്യാദരവോടെ സമീപിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ മാനവികത പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അതിനാൽ ഭൗതിക പുരോഗതിയിലല്ല, മറിച്ച് മനുഷ്യൻ തമ്മിലുള്ള സ്നേഹമാന്യതയിലൂടെയാണ് യഥാർത്ഥ സംസ്കാരത്തിന്റെ അളവെടുപ്പ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും എന്താണ് മനുഷ്യരോടുള്ള ആദരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സംസ്കാരമാണ്, അല്ലെ? നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ട്, നമുക്ക് എത്ര ഡിഗ്രികളുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരുടെ വികാരങ്ങളും അവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കാനും അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നമുക്ക് തിരിച്ചറിഞ്ഞ് ചെയ്തു കൊടുക്കാനും കഴിയുമ്പോഴാണ് അവിടെ ശരിക്കും ഒരു ആദരവ് ഉണ്ടാവുന്നത്. അപ്പോൾ അതാണ് നിങ്ങളിവിടെ ഉത്തരമായിട്ട് എഴുതി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നേരെ ഇതിലെ പാഠഭാഗം നോക്കാം. പാഠഭാഗം പനിനീർ പൂവ് എന്ന് പറയുന്നതാണ്. പൂക്കൾ ഇതളുകൾ അടർത്തി വീണ്ടും ചേർത്ത് വെക്കുമ്പോൾ പൂക്കളമാവുന്നു. ശരിയാണല്ലേ? അപ്പോൾ പനിനീർ പൂവ് എന്ന് പറയുന്ന കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട്. കവിത കൂട്ടുകാർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ അമൃതധാരയിൽ നിന്നുള്ള കവിതാഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ വായിക്കാം ചൊല്ലാം എന്നുള്ളത് തന്നെയാണ് 1ാമത്തെ പ്രവർത്തനം. കവിത ഇഷ്ടമായോ? വ്യക്തിഗതമായി വായിക്കുക. വ്യക്തിഗതം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വായിക്കുക. കവിതയ്ക്ക് അനുയോജ്യമായ ഈണം, താളം എന്നിവ കണ്ടെത്തി സംഘമായി ചൊല്ലി അവതരിപ്പിക്കുക എന്നുള്ളതാണ് 1ാമത്തെ പ്രവർത്തനമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അത് കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ്. 2ാമത്തേത് കണ്ടെത്താൻ പറയാമെന്ന പ്രവർത്തനമാണ്. പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൈ, പാർക്കുകിൽ നിങ്ങളെൻ ദേവതന്മാർ. പൂക്കളെ ദേവതകളായി കവി സങ്കല്പിച്ചത് എന്തുകൊണ്ടാവാം? കണ്ടെത്തലുകൾ ഓരോരുത്തരായി ക്ലാസ്സിൽ പങ്കുവെക്കാനാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് കവി അങ്ങനെ സങ്കല്പിച്ചത് എന്നാണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പൊ ഉള്ളൂരിന്റെ പനിനീർ പൂവ് എന്ന കവിത ഈ ഭൂമിയിൽ ഒന്നും നിസ്സാരമല്ല എന്ന് പഠിപ്പിക്കുന്നു. ഈ ലോകത്തെ ഓരോ വസ്തുവിനും അതിൻ്റെതായ മൂല്യവും മഹത്വവും ഉണ്ട്. പൂക്കളുടെ ജീവിതത്തെ ആദ്യം തെറ്റായി വിചാരിച്ചെങ്കിലും അല്പനിമിഷങ്ങൾക്കകം തന്റെ തെറ്റുതിരുത്താൻ കവി തയ്യാറാകുന്നു. ഗുണങ്ങളേറെ മറഞ്ഞിരിക്കുന്ന വിശുദ്ധമായ പൂവിനെ കവി വർണ്ണിക്കുന്ന കവിതയാണ് പനിനീർ പൂവ്. പൂക്കൾ വിണ്ണിലെ പൈതങ്ങളായിരിക്കാം എന്ന് കരുതുന്ന കവി ഉടനെ തിരുത്തുന്നത് പൂക്കൾ ദേവതകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ലോകത്തിന് മുഴുവൻ നിസ്വാർത്ഥമായ സ്നേഹവും നന്മയും ചൊരിയുന്നവരാണ് ദേവതന്മാർ. മണരാളിന്യത്തെ പൂങ്കാവനമാക്കാൻ കെൽപ്പുള്ള പൂക്കൾ മനുഷ്യരുടെ ദുഃഖമകറ്റി സന്തോഷം നൽകാൻ കഴിയുന്നവർ കൂടിയാണ്. അല്പമാം ആയുസ്സിനെ അർത്ഥവത്താക്കി മാറ്റുന്ന പൂക്കളെ കൊണ്ട് അനേകം ഗുണങ്ങളാണുള്ളത്. അത്രയൊന്നും ഗുണവിശേഷം മനുഷ്യർക്കില്ല. അന്നപൂർണേശ്വരിമാരെ പോലെ വിരുന്നൂട്ടാനും അടുത്തെത്തുന്ന എന്തിനും സുഗന്ധം നൽകാനും മാത്രമല്ല ദേവനെ പൂജിക്കാനും വീരനെ ചാർത്തിക്കാനും എല്ലാ മംഗള കർമ്മങ്ങൾക്കും പൂക്കൾ വേണം. ഇങ്ങനെ ജീവിക്കുന്ന ഓരോ നിമിഷവും അനേകം ഗുണങ്ങൾ നൽകുന്നതിനാൽ പൂക്കളെ ദേവതമാർ എന്ന് കവി പറയുന്നു. അടുത്തെത്തുന്ന എല്ലാവരെയും ഒരുപോലെ കാണുന്നത് ദേവതമാരാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കവി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഉത്തരമാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം അഭിപ്രായ കുറിപ്പ് എഴുതുക എന്നുള്ളതാണ്.
സ്വത്തേ മനുഷ്യർ സുന്ദരമാണ്, സുന്ദരികളുമാണ്. ഉറൂബ് പറഞ്ഞ വരികളാണ്. അടുത്തത്, ഒന്നല്ലി നാമയി സഹോദരരല്ലി പൂവേ, ഒന്നല്ലി കൈഹിക രചിച്ചതു നമ്മയെല്ലാം. കുമാരനാശാന്റെ വരികളാണ്. നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചൊന്നതെന്നോമനെ മാപ്പു നൽകൂ. ഉള്ളൂരിന്റെ വരികളുമാണ്. ഓരോന്നിനും ഭൂമിയിൽ അതിൻ്റെതായ സൗന്ദര്യവും സ്ഥാനവുമുണ്ട്. മുകളിൽ കൊടുത്തിട്ടുള്ള വരികളും വിശകലനം ചെയ്ത് അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓരോരുത്തരും പറയുന്നത് എന്താണ്, അതിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് ഉൾപ്പെടുത്തി വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ഉള്ളൂരിന്റെ പനിനീർ പൂവ് എന്ന കവിത സ്ഥിതി സമത്വ വീക്ഷണത്തിന്റെ നല്ല ഉദാഹരണമാണ്. സമൂഹത്തിൽ നന്മയും തിന്മയുമുള്ള ആളുകൾ ഉണ്ടാവാം. നന്മ തിന്മകളുടെ കൂടിക്കലർന്ന അവസ്ഥ മനുഷ്യരിലും ഉണ്ട്. എന്നാൽ എല്ലാത്തിനും നന്മ കാണാൻ ശ്രമിക്കണമെന്ന ആഹ്വാനവും ഈ കവിതയിൽ നിന്ന് കണ്ടെത്താം. നിസ്സാരമെന്ന് കരുതി അവഗണിക്കപ്പെടുന്ന മനുഷ്യരിലും അനേകം ഗുണങ്ങൾ ഉണ്ടായിരിക്കാമെന്ന് പനിനീർ പൂവിനെ മുൻനിർത്തി കവി പറയുന്നു. അഴകളവുകൾ വ്യത്യസ്തമാണെങ്കിലും ഓരോരുത്തരും സൗന്ദര്യമുള്ളവരാണ്. ആരെയും സൗന്ദര്യത്തിന്റെ പേരിൽ പരിഹസിക്കാനോ വില കുറച്ച് കാണാനോ കഴിയില്ല. ഒരു കരിക്കട്ടയ്ക്ക് പോലും അതിൻ്റെതായ മഹത്വമുണ്ട്. നാം മറ്റുള്ളവർക്ക് എന്ത് പ്രസരിപ്പിക്കുന്നു എന്നത് പ്രധാനമാണ്. അതാണ് നമ്മുടെ സൗന്ദര്യം. ഉറൂബി എന്ന കഥാകാരൻ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ സമർപ്പിച്ചിരിക്കുന്നത് എല്ലാ സുന്ദരന്മാർക്കും സുന്ദരികൾക്കുമാണ്. ആ നോവലിന്റെ പ്രധാന ആശയവും ഈ ഭൂമിയിൽ അസുന്ദരമായി ഒന്നുമില്ല എന്നാണ്. കുമാരനാശാന്റേത് കുറച്ചുകൂടി വിശാലമായ ലോകവീക്ഷണമാണ്. നാം എല്ലാം സഹോദര തുല്യരല്ലേ എന്ന് ചോദിക്കുന്നതിലൂടെ ഒരേ കൈകൾ തന്നെയല്ലേ നമ്മെ സൃഷ്ടിച്ചത് എന്ന് കുമാരനാശാൻ ചോദിക്കുന്നു. ഒരേ സൃഷ്ടികർത്താവിന്റെ പൈതങ്ങൾ എന്ന നിലയിൽ നമുക്കും സമസ്ത ജീവജാലങ്ങൾക്കും സാഹോദര്യ ബന്ധം കൽപ്പിക്കുകയാണ് കുമാരനാശാൻ. പൂവിന്റെ ജന്മം മോശമാണ് എന്ന് പറയുന്നതിൽ തെറ്റ് കണ്ടെത്തിയ ഉള്ളൂർ ഉടനെ അതിന് മാപ്പ് അപേക്ഷിക്കുന്ന കാഴ്ച പനിനീർ പൂവ് എന്ന കവിതയിൽ കാണാം. ഒരാളെയും മോശം എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അത് വലിയ തെറ്റാണ്. തെറ്റിൽ നിന്ന് ശരിയിലേക്കുള്ള ദൂരം ഒരു നിമിഷമേ പാടുള്ളൂ. ആ ദൂരം യഥാർത്ഥ അറിവിലേക്കുള്ള പ്രയാണമാകണം. പ്രകൃതി ഓരോരുത്തർക്കും ഓരോ പാഠം നൽകുന്നു. പ്രകൃതിയെ സ്നേഹിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നവരുടെ ചോദ്യങ്ങൾക്കും മറുപടി ലഭിക്കും. അവരുടെ തെറ്റുകൾ തിരുത്താനും പ്രകൃതി തയ്യാറാവും. ഓക്കെ, അപ്പോൾ ഓരോരുത്തരും പറയുന്ന വീക്ഷണം എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഇവിടെ എഴുതി കൊടുക്കാൻ. അടുത്ത പ്രവർത്തനം വ്യാഖ്യാനിക്കാം എന്നുള്ള പ്രവർത്തനമാണ്. തെറ്റുന്നു വീണ്ടും മപ്പൂവിനോട് നോദിൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ. താൻ ബുദ്ധിഹീനനാണെന്ന് കവി പറയാനിടയായ സാഹചര്യം എന്താണ്? പിന്നീട് കവിയുടെ ചിന്തയിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? ഈ ചിന്തകൾ പനിനീർ പൂവിനെ കുറിച്ച് മാത്രമാണോ? കവിത വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഉള്ളൂർ എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹം മാറ്റം കൊണ്ടുവന്നത്, ഇത് പനിനീർ പൂവിനെ മാത്രമാണോ എന്നുള്ളതൊക്കെ നമുക്ക് എഴുതാം. ഉള്ളൂരിന്റെ കവിതകളിൽ ഏറ്റവും ലളിതമായ പദപ്രയോഗമുള്ള കവിതയാണ് പനിനീർ പൂവ്. ആശയം ഗഹനമാണെങ്കിലും പദലാളിത്യം കൊണ്ട് ശ്രദ്ധേയമാണ്. പൂവിന്റെ മഹാത്മ്യത്തെ കുറിച്ച് മനസ്സിലാക്കാതെ പിറ്റേ ദിവസം മണ്ണിൽ വീഴേണ്ട ചെറിയ ജീവിതം എന്ന കാഴ്ചപ്പാടാണ് കവിക്ക് ആദ്യമുണ്ടായിരുന്നത്. ഈ വിചാരം തെറ്റാണെന്ന് പൂവിന്റെ തലയാട്ടലിൽ നിന്ന് കവിക്ക് മനസ്സിലായി. പ്രകൃതിയുടെ ഭാഷ അറിയാൻ സാധിക്കുക എന്നത് പ്രകൃതിയെ സ്നേഹിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ഒരു നിമിഷത്തെ തെറ്റായ തോന്നലിൽ നിന്ന് മഹത്തായ കുറിയ അറിവിലേക്ക് കവി എത്തുന്ന കാഴ്ചയാണ് നാം കവിതയിൽ പിന്നീട് കാണുന്നത്. അങ്ങനെ പൂവിന്റെ മാഹാത്മ്യം അറിയാതിരുന്ന താൻ ബുദ്ധിഹീനനാണെന്ന് കവിക്ക് തോന്നുന്നു. സദ്ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ പൂവിനെ കണ്ടപ്പോൾ തന്നെ കൂപ്പുകൈ താനെ ഉയരുമായിരുന്നു. അനേകം ഗുണഗണങ്ങളുടെയും ഐശ്വര്യത്തിന്റെയും ഇരിപ്പിടമായ പനിനീർ പൂവ് മരുഭൂമിയെ പൂങ്കാവനമാക്കാൻ കെൽപ്പുള്ളതാണ്. പനിനീർ പൂവ് സ്നേഹത്തിന്റെ അടയാളമായി വ്യാഖ്യാനിക്കാറുണ്ട്. ഉശരമായ മരുഭൂമിയായ മനുഷ്യ മനസ്സിനെ പനിനീർ പൂവ് പൂന്തോട്ടമാക്കാറുണ്ട്. ഐശ്വര്യവും നന്മയും പകർന്നു നൽകുന്ന ദേവതന്മാരായി കൽപ്പിക്കുന്നതിനോടൊപ്പം വിണ്ണിലെ പൈതങ്ങളായിട്ട് വരെ കവി പനിനീർ പൂവിനെ കൽപ്പിക്കുന്നു. തനിക്കായി ഒന്നും നേടാതെ വിടർന്നു കൊഴിയുന്ന നേരം കൊണ്ട് അനേകം പേർക്ക് പലതരം നന്മകളും സ്നേഹവും വാരി വിതറുന്ന പനിനീർ പൂവിന്റെ ജീവിതം പ്രപഞ്ചത്തിൽ പകരം വെക്കാനാവില്ലാത്തതാണ് എന്ന് കവി പറയുന്നു. മറ്റുള്ളവരെ കുറ്റം പറയുന്നത് അവരെ ഗുണങ്ങൾ കാണാൻ കഴിയാത്തതുകൊണ്ടാണ്. ഞെട്ടറ്റു വീഴുന്ന ഇലയും ഉണർന്നെണീറ്റാൽ പാട്ടുപാടുന്ന കിളികളും അലഞ്ഞുതിരിഞ്ഞു നമ്മുടെ മുന്നിൽ വരുന്ന ഭിക്ഷക്കാരും, എന്തിന് ചലനമില്ലാത്തതിനാൽ ജീവനില്ലെന്ന് നമ്മൾ കരുതുന്ന കല്ലുകളും പാറകളും മലകളും ഒഴുകുന്ന നദിയും ഉദിക്കുന്ന സൂര്യനും തുടങ്ങി പ്രപഞ്ചത്തിലെ സകലതും നമുക്ക് നിസാരമാണെന്ന് തോന്നാം.
കാരണം മനുഷ്യർ സവിശേഷ ബുദ്ധിയുള്ളവരാണെന്ന് സ്വയം വിചാരിക്കുന്നുണ്ട്. തന്നേക്കാൾ കേമന്മാരായി ആരുമില്ലെന്ന് മനുഷ്യർ കരുതാറുമുണ്ട്. എന്നാൽ ഒലിച്ചു പോകുന്ന മണ്ണും അലിഞ്ഞു പോകുന്ന ഉപ്പിന്റെ തരികളും പെയ്തിറങ്ങുന്ന മഴയും എന്തിന്, നൂലുകൾ കൂടിച്ചേർന്ന് വിസ്മയം സൃഷ്ടിക്കുന്ന ഉടുപ്പുകൾ പോലും മനുഷ്യരോട് പറയുന്ന ഓരോ സന്ദേശങ്ങളുണ്ട്. അവ കേൾക്കാൻ സാധാരണ മനസ്സ് പോരാ. പ്രപഞ്ചത്തിന്റെ ഭാഗമാണെന്ന തോന്നലോടെ എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ ഓരോ വിജ്ഞാന ചെപ്പും തുറന്ന് സമസ്ത ജീവജാലങ്ങളും നമ്മെ വരവേൽക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കവി വിചാരിച്ചിരുന്നത്, എന്തൊക്കെ മാറ്റമാണ് വന്നത്, അതുപോലെ തന്നെ ഇത് പനിനീർ പൂവിനെ കുറിച്ച് മാത്രമാണോ എന്നുള്ളതെല്ലാം നമ്മൾ ഇവിടെ വിശദീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തത് കാവ്യഭംഗി കണ്ടെത്താം എന്നുള്ള പ്രവർത്തനമാണ്. പാടുന്ന വണ്ടുകൾക്കൊപ്പമേ തെന്നലിൽ ആടുന്ന നിങ്ങളായി മറക്കും, പള്ളിയാൽ സ്പർശിച്ചാൽ എന്തു മാർദ്ദവം, വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി. വരികൾ ചൊല്ലി നോക്കൂ. കവിതയ്ക്ക് ഭംഗി നൽകുന്ന എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിലുള്ളത്. കൂടുതൽ വരികൾ കാവ്യഭാഗത്ത് നിന്ന് കണ്ടെത്തി അവതരിപ്പിക്കൂ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ് സവിശേഷത എന്ന് നമുക്ക് ആദ്യം പറയണം അല്ലെ. ഇനി അപ്പോൾ ഊർജ്ജല ശബ്ദദാഷ്ട്യൻ എന്ന് അറിയപ്പെട്ട ഉള്ളൂർ മലയാളത്തിലെ ആധുനിക കവിത്രയത്തിൽപ്പെട്ട കവിയാണ്. കുമാരനാശാനേക്കാളും വള്ളത്തോളിനേക്കാളും കൂടുതൽ ഉയർന്ന നിലയിലുള്ള ചുമതലകളും പദവികളും ഉള്ളൂർ വഹിച്ചിട്ടുണ്ട്. കാക്കേ കാക്കേ കൂടെവിടെ മുതൽ ഉമാ കേരളം വരെ പടരുന്ന സാഹിത്യ വിസ്മയമായിരുന്നു ഉള്ളൂർ. പുരാണ കഥാപാത്രങ്ങളെ ആസ്പദമാക്കി രചിച്ച ഖണ്ഡകാവ്യങ്ങൾ ഏറെ ജനകീയമാണ്. കവിതകളിലുടനീളം പാണ്ഡിത്യവും പ്രൗഢിയും പ്രകടമാക്കിയ ഉള്ളൂർ പ്രാസങ്ങൾ കൊണ്ടൊരു മാല തന്നെ നിർമ്മിക്കാൻ കെൽപ്പുള്ള പദസമ്പത്തിന്റെ ഉടമയായിരുന്നു. ഓരോ വരികളിലും ആവർത്തിച്ചു വരുന്ന ലളിതപദങ്ങൾ വായിക്കാനും ചൊല്ലി രസിക്കാനും ഏറ്റവും അനുയോജ്യമാണ്. മഞ്ചരി വൃത്തത്തിലെഴുതിയ ഈ കവിത 2-3 തരം ഈണങ്ങളിൽ ചൊല്ലാവുന്നതാണ്. കഠിന സംസ്കൃത പദങ്ങൾ കഴിയുന്നതും ഒഴിവാക്കി ലളിതമായ മലയാളത്തിൽ ഈ കവിത രചിക്കാൻ ഉള്ളൂര് ശ്രദ്ധിച്ചിരുന്നു. ഇത് കവിതയ്ക്ക് ശബ്ദഭംഗിയും താളഭംഗിയും നൽകുന്നു. അതുപോലെ പാടുന്ന എന്ന് തുടങ്ങി ആടുന്ന ആ വരികളെല്ലാം ഇത്തരത്തിലുള്ളതാണ്. ഓക്കെ, തുടങ്ങിയ പദങ്ങൾ അക്ഷരങ്ങളുടെ ആവർത്തനത്തിലൂടെ കവിതയ്ക്ക് ചൊല്ലഴകും ഹൃദയസ്ഥമാക്കാനുള്ള കഴിവും വർദ്ധിക്കുന്നുണ്ട്. കവിത ഹൃദയഹാരിയാകുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെയാണ് കവിത ഏറ്റവും കൂടുതൽ നമുക്ക് ആസ്വദിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. പ്രവർത്തനം ആസ്വാദനക്കുറിപ്പ് എന്നുള്ളതാണ്. പനിനീർ പൂവ് എന്ന കവിതയിലെ ആശയം, ശബ്ദഭംഗി, പ്രയോഗഭംഗി, സാദൃശ്യപ്പെടുത്തലുകൾ എന്നിവ ഉൾപ്പെടുത്തി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. വ്യക്തിഗതമായി തയ്യാറാക്കിയവ ഗ്രൂപ്പിൽ വായിച്ചു മെച്ചപ്പെടുത്തുക. മികച്ച ആസ്വാദനക്കുറിപ്പിന്റെ സവിശേഷതകൾ ചർച്ച ചെയ്ത് സൂചകങ്ങൾ തയ്യാറാക്കുക. അവയുടെ സഹായത്തോടെ വിലയിരുത്തുകയും ചെയ്യുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ പനിനീർ പൂവ് എന്ന് പറയുന്ന ഉള്ളൂരിന്റെ കവിതയ്ക്ക് ഒരു നല്ല ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. ആധുനിക കവിത്രയത്തിൽപ്പെട്ട പ്രമുഖനായ കവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ബഹുഭാഷാ പണ്ഡിതനും ഭാഷാചരിത്ര ഗവേഷകനും കൂടിയായിരുന്നു ഉള്ളൂർ. ആധുനിക കവിത്രയത്തിന്റെ പ്രത്യേകതയായ ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തിന് തന്റേതായ സംഭാവനകൾ നൽകാൻ ഉള്ളൂരിന് സാധിച്ചിട്ടുണ്ട്. ശ്രേഷ്ഠ സംസ്കൃത ഭാഷയിലും ലളിത കോമള മലയാളത്തിലും ഒരേപോലെ കവിത രചിക്കാനുള്ള സിദ്ധിയും മഹാകവി ഉള്ളൂരിനുണ്ടായിരുന്നു. കാക്കേ കാക്കേ കൂടെവിടെ പ്രാവ്യ പോകരുതേ തുടങ്ങിയ ബാലകവിതകളിലൂടെ കൊച്ചുകുട്ടികളുടെ മനസ്സിലും സ്ഥാനമുറപ്പിക്കാൻ ഉള്ളൂരിന് കഴിഞ്ഞു. അമൃതധാര എന്ന സമാഹാരത്തിലെ പനിനീർ പൂവ് എന്ന കവിത ഉള്ളൂരിന്റെ കവിതകളിൽ വേറിട്ടു നിൽക്കുന്ന ഒന്നാണ്. പൂക്കളുടെ മഹാത്മ്യത്തെ പറ്റി പല കവികളും പല രീതിയിൽ വർണ്ണിച്ചിട്ടുണ്ട്. എന്നാൽ പനിനീർ പൂവ് ഒരു ജിജ്ഞാസുവായ കുട്ടിയുടെ മനസ്സിലൂടെ പ്രപഞ്ച സത്യത്തെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ്. പൂവിന്റെ ഗുണഗണങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അതിന്റെ ആയുസ്സിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് പൂവിൻ്റേത് ഒരു മോശം ജന്മമാണ് എന്ന് കരുതിയ കുട്ടിയിൽ നിന്ന് പൂവിന്റെ സമസ്ത സൗന്ദര്യവും ദർശിക്കുന്ന വിശാലതയിലേക്ക് മനസ്സ് സഞ്ചരിക്കുന്ന കവിത കൂടിയാണ് പനിനീർ പൂവ്. പൂവിൻ്റേത് മോശ ജീവിതമല്ല എന്ന് ഒരു തലയാട്ടലിലൂടെ പൂവ് പറയുന്നത് കവിക്ക് മനസ്സിലാകുന്നു. പൂവിനെ തെറ്റിദ്ധരിച്ചത് ക്ഷമ ചോദിച്ചുകൊണ്ട് തന്റെ തെറ്റിന് മാപ്പപേക്ഷിക്കുന്ന കവിയെ നമുക്ക് കവിതയിൽ കാണാം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും സന്തോഷിപ്പിക്കുന്ന പൂവ് എങ്ങനെയാണ് മോശ സൃഷ്ടിയാകുന്നത്? ശ്രമിച്ചാൽ പോലും മനുഷ്യന് അസാധ്യമായ ഗുണവിശേഷങ്ങളുടെ സുഗമ സ്ഥാനമാണ് പനിനീർ പൂവ്. കാഴ്ച, രസന, സ്പർശം,
ഘ്രാണനം തുടങ്ങിയ ഭാഷാവിശേഷങ്ങളുടെ തൃപ്തിപ്പെടുത്തൽ കൂടാതെ ശ്രമിക്കാവുന്ന സന്ദേശവും പൂവിലുണ്ട് എന്ന സത്യം നാം മനസ്സിലാക്കുന്നില്ല. നാളെ വീഴാനിരിക്കുന്ന പൂവ് ഇന്ന് എന്തിനു പുഞ്ചിരിക്കുന്നു എന്ന ചോദ്യത്തിന് കവിതയിൽ ഉത്തരമുണ്ട്. ഇന്ന് എന്ന സത്യത്തെ നിർവൃതികരമാക്കുന്ന പൂവാണ് ശ്രേഷ്ഠം. നാളെ വാടി വീണോട്ടെ, നാളെ കൊഴിഞ്ഞു മണ്ണിൽ വീഴും വരെ തല ഉയർത്തിപ്പിടിച്ച് പുഞ്ചിരിക്കുന്ന ആത്മസധൈര്യമാണ് പൂക്കൾക്കെല്ലാം ഉള്ളത്. ഇത് മനുഷ്യന് നൽകുന്ന പല പാഠങ്ങളുണ്ട്. പനിനീർ പൂവിന്റെ ഗുണങ്ങൾ പല പല രീതിയിൽ വിവരിക്കുന്ന കവി അവസാനം നിങ്ങളാണ് എന്റെ ദേവതമാർ എന്ന് പ്രഖ്യാപിച്ച് കൈകൾ കൂപ്പുന്നു. തന്റേതായ യാതൊരു ലക്ഷ്യങ്ങളുമില്ലാതെ അടുത്തെത്തുന്ന എന്തിനും നന്മയും സന്തോഷവും പ്രസരിപ്പിക്കുന്ന ദേവതമാരെ പോലെയാണ് പനിനീർ പൂവ് എന്ന കണ്ടെത്തലാണ് കവിതയുടെ വിജയം. ശബ്ദഭംഗിയും താളഭംഗിയും പ്രാസവും ലളിത പദാവലികളും ഒത്തിണങ്ങിയ പനിനീർ പൂവ് എന്ന കവിത ഈ ഭൂമിയിൽ ഒന്നും നിസാരമല്ല എന്ന വലിയ സന്ദേശം ഉൾക്കൊള്ളുന്നു. ആരും അറിയാതെ വിടർന്നു കൊഴിയുന്ന പൂക്കളെല്ലാം മനുഷ്യന് സ്വർഗീയ സന്ദേശമേകാൻ മണ്ണിൽ വിരുന്നു വരുന്ന സൗഭാഗ്യങ്ങൾ തന്നെയാണ്. അത് കാണാനും കേൾക്കാനും മനുഷ്യന് നന്മയുണ്ടാവണം, മനസ്സ് നന്നാവുകയും വേണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു പനിനീർ പൂവ് എന്ന കവിതയിലൂടെ നമ്മുടെ ഉള്ളൂർ പരമേശ്വരയ്യർ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളും ഇതിലെ ശബ്ദഭംഗി, താളഭംഗി, പ്രാസം എങ്ങനെയുള്ളതാണ് എന്നുള്ളതും കൂടെ നിങ്ങൾ ഈ ആസ്വാദന കുറിപ്പിൽ പറയേണ്ടതാണ്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനം. അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന് പറയുന്നതാണ്. നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സോ വേറെ ഏതെങ്കിലും സബ്ജക്റ്റുകളോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.